ജനറൽ ഡി എല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ 2 വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജനറൽ ഡി എല്ലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് കരുതുന്നു. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് രേഖപ്പെടുത്താം. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് ഡി എല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലാംഗ്വേജ് ഡി എൽ എന്താണ്, അതേപോലെ ലാംഗ്വേജ് ഡി എൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വിഷയങ്ങൾ പഠിപ്പിക്കാം, അതേപോലെ ലാംഗ്വേജ് ഡി എല്ലിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അതേപോലെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യാം. ലാംഗ്വേജ് ഡി എൽ എന്ന് പറയുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന 2 വർഷത്തെ അധ്യാപക യോഗ്യതാ കോഴ്സാണ്. ലാംഗ്വേജ് ഡി എല്ലിനകത്ത് ഹിന്ദി, അറബി, ഉറുദു, സംസ്കൃതം ഈ 4 ഭാഷയ്ക്കാണ് ലാംഗ്വേജ് ഡി എൽ നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ ലാംഗ്വേജ് ഡി എല്ലിന് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. മറ്റ് അപേക്ഷകൾ പോലെ തന്നെ നിലവിൽ ഈ ഒരു അപേക്ഷയും സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 11 കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 11 ലാംഗ്വേജ് ഡി എല്ലിനും അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ജനറൽ ഡി എൽ പോലെ തന്നെ ലാംഗ്വേജ് ഡി എല്ലിനും 50% മാർക്കോടുകൂടി +2 പാസ്സായ ഏതൊരാൾക്കും ലാംഗ്വേജ് ഡി എൽ അപേക്ഷിക്കാം. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് നമുക്ക് വീഡിയോയ്ക്കകത്ത് തുടർന്ന് ശ്രദ്ധിക്കുക. വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. SC ST കാറ്റഗറിക്ക് ഈ ഒരു മാർക്ക് പെർസെൻറ്റേജിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. അവർക്ക് ജസ്റ്റ് +2 പാസ്സായി കഴിഞ്ഞാൽ തന്നെ അപേക്ഷ കൊടുക്കാൻ കഴിയും. അതേപോലെ OBC കാറ്റഗറിയിലുള്ളവർക്ക് 5% മാർക്കിളവും നിയമപ്രകാരം നൽകുന്നുണ്ട്. ലാംഗ്വേജ് ഡി എൽ ഹിന്ദി, അറബി, ഉറുദു, സംസ്കൃതം ഈ 4 ഭാഷകളിലാണ് നിലവിൽ ലാംഗ്വേജ് ഡി എൽ കേരളത്തിലുള്ളത്. അതിൽ ആദ്യത്തേത് നമ്മൾ പറയുന്നത് ഡി എൽ ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡി എൽ ഹിന്ദി കോഴ്സ് പഠിക്കണമെങ്കിൽ ഹിന്ദി 2ാം ഭാഷയായിട്ടുള്ള ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ +2 സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഹിന്ദി പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അഡീഷണൽ ഭാഷ ഹിന്ദിയോടെയുള്ള SSLC പരീക്ഷാ വിജയവും ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവുമാണ് പറയുന്നത്. അഡീഷണൽ ഭാഷയായിട്ട് ഹിന്ദി പഠിച്ചിട്ടുണ്ടാവണം, അതേപോലെ +2 പാസ്സായിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും അതേപോലെ ദക്ഷിണ ഭാരത പ്രചാര സഭ നടത്തുന്ന പ്രവീൺ പരീക്ഷയും പാസ്സായിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷ വിജയം കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യാചാര്യ പരീക്ഷയും വിജയിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ രാഷ്ട്രഭാഷാ വിശാരദ് പരീക്ഷാ വിജയവും നേടിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി ഭൂഷൺ പരീക്ഷാ വിജയം നേടിയിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്ന അംഗീകരിച്ചിട്ടുള്ള BA ഹിന്ദി പോലത്തെ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടാവണം. ഇതിനെയാണ് ഹിന്ദി ലാംഗ്വേജ് ഡി എൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതകളായിട്ട് ഗവൺമെൻറ് പറയുന്നത്. തൊട്ടടുത്തായിട്ട് പറയുന്നത് ഡി എൽ അറബിക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ യോഗ്യതകളുള്ളവരെ പരിഗണിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെ കാര്യം മുന്നേറ്റപ്പോൾ തന്നെ ഹയർ സെക്കൻഡറിയിൽ 2ാം ഭാഷയായിട്ട് അറബിക്ക് പഠിച്ചിട്ടുണ്ടാവണം. ഹയർ സെക്കൻഡറിയിൽ +2 സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അറബിക്ക് പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അഫ്സൽ ഉലമ പ്രിലിമിനറി പോലെയുള്ള കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് അറബിക്ക് പരീക്ഷാ വിജയം നേടിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഓറിയൻ്റ് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ അക്കാദമിക് സ്കൂളിൽ നിന്നോ 1ാം ഭാഷയായിട്ട് അറബിക് പഠിച്ച് നേടിയ SSLC പരീക്ഷാ വിജയവും ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന അറബിക് പരീക്ഷാ വിജയവും നേടിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച BA അറബിക്ക് പോലത്തെ കോഴ്സുകൾ പാസ്സായിട്ടുണ്ടാവണം. ഇത്രയാണ് ഡി എൽ അറബിക്കുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസ്. തൊട്ടടുത്തായിട്ട് വരുന്നതാണ് ഡി എൽ സംസ്കൃതം. സംസ്കൃതം ഹയർ സെക്കൻഡറിയിൽ +2 സംസ്കൃതം 2ാം ഭാഷയായിട്ട് പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് സംസ്കൃതം പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഓറിയൻ്റ് സ്കൂളിൽ നിന്നോ അക്കാദമിക് സ്കൂളിൽ നിന്നോ 1ാം ഭാഷയായി സംസ്കൃതം പഠിച്ച് നേടിയ SSLC പരീക്ഷാ വിജയമാണ് പറയുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാനം നടത്തുന്ന പ്രാഗ് ശാസ്ത്രി
പരീക്ഷാ വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടാവണം. അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന സംസ്കൃതം അധ്യാപക പരീക്ഷാ വിജയം നേടിയിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ കേരളത്തിൽ സർവകലാശാലകൾ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ സംസ്കൃതം ഐച്ഛിക വിഷയമായ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷാ വിജയം നേടിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ കേരള സർവകലാശാലകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംസ്കൃതം കോളേജിൽ നിന്നുള്ള പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷാ വിജയം വേണം. അല്ലെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ സംസ്കൃതത്തിൽ BA സംസ്കൃതം അല്ലെങ്കിൽ MA സംസ്കൃതം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംസ്കൃതം ഭാഷ DLEDന് അപേക്ഷ കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് വരുന്നതാണ് DLED ഉറുദു. DLED ഉറുദുവിനും ഇതേപോലെ തന്നെ കണ്ടീഷൻസ് വരുന്നുണ്ട്. +2 സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഉറുദു പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ SSLCയിലും അതിനുശേഷവും ഉറുദു ഭാഷ ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുള്ള ഹയർ സെക്കൻഡറി വിജയം വേണം. പിന്നെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും കോഴിക്കോട് സർവകലാശാല നടത്തുന്ന അദീബ് ഫാസിൽ പ്രിലിമിനറി ഉറുദു പരീക്ഷാ വിജയം നേടിയിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് തുല്യമായിട്ട് കോഴിക്കോട് സർവകലാശാല നടത്തുന്ന അദീബ് ഫാസിൽ പ്രിലിമിനറി ന്യൂ സ്കീം പരീക്ഷാ വിജയം നേടിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓറിയൻ്റ് സ്കൂളിൽ നിന്നോ അക്കാദമിക് സ്കൂളിൽ നിന്നോ ഒന്നാം ഭാഷയായിട്ട് ഉറുദു പഠിച്ച് വിജയം നേടിയിട്ടുണ്ടാവണം. SSLCയിൽ പരീക്ഷാ വിജയവും ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം നേടിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തുന്ന ഉറുദു അധ്യാപക പരീക്ഷാ വിജയവും ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം നേടിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഉറുദു ഡിഗ്രി അല്ലെങ്കിൽ PG ഉണ്ടായിരിക്കണം. ഇതിനെയാണ് ഈ ഒരു ഭാഷ DLEDുമായിട്ട് ബന്ധപ്പെട്ട യോഗ്യതകൾ. ഏത് കോഴ്സാണ് നമ്മൾ പാസ്സാവേണ്ടത്, എന്താണ് നമ്മുടെ യോഗ്യത എന്ന് ചോദിക്കും. ഇത്രയാണ് അതിൻ്റെ കണ്ടീഷൻസ്. നിലവിൽ ലാംഗ്വേജ് DLEDൻ്റെ പ്രായപരിധി വരുന്നത് 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. അതിനകത്ത് ഉയർന്ന പ്രായപരിധിയിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് 5 വയസ്സും അതേപോലെ OBC കാറ്റഗറിക്ക് 3 വയസ്സും ഇളവ് നൽകുന്നുണ്ട്. അതായത് 38 വയസ്സ് വരെ OBCക്കാർക്കും 40 വയസ്സ് വരെ SC/ST കാറ്റഗറിയിലുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഇതിനകത്ത് നമ്മൾ 10 രൂപയുടെ ചലാനാണ് നമ്മൾ അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അപേക്ഷാ ഫീസ് നമുക്ക് ചലാനായിട്ട് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏത് ട്രഷറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കാൻ കഴിയും. അപേക്ഷാ ഫീസ് അടയ്ക്കുന്ന സമയത്ത് ചലാനായിട്ട് നമ്മൾ അപേക്ഷാ ഫീസ് അടയ്ക്കുന്ന സമയത്ത് അവിടെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ചോദിക്കും. ഹെഡ് ഓഫ് അക്കൗണ്ട് 0202011029 മറ്റിനങ്ങളിൽ നിന്നുള്ള വരവുകൾ എന്നതാണ് ഇതിൻ്റെ ശീർഷകം. അത് നമ്മൾ അവിടെ ഒരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പിനകത്ത് കൃത്യമായിട്ട് എഴുതി കൊടുത്താൽ മതി. ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഈ നമ്പർ അടിച്ച് കൊടുത്താൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആദ്യത്തെ 6 അക്കം അല്ലെങ്കിൽ 8 അക്കമൊക്കെ അടിച്ച് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടത് അതിനകത്ത് വരുന്നതാണ്. അത് കൃത്യമായിട്ട് നമുക്ക് വീഡിയോ ആണെങ്കിൽ വീഡിയോ ചെയ്ത് നിങ്ങൾ പറഞ്ഞ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് വീഡിയോ ആയിട്ട് തന്നെ ഇതിനകത്തോട്ടിടാം. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടും. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിനകത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 10 രൂപയുടെ 10 രൂപയുടെ ചലാനാണ് നമ്മൾ ഇവിടെ അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ലാംഗ്വേജ് DLEDും ജനറൽ DLED പോലെ തന്നെ അപേക്ഷകൾ ഓഫ്ലൈനായിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അപേക്ഷകൾ കൃത്യമായിട്ട് അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നമ്മൾ കൃത്യമായ എല്ലാ രേഖകളും സഹിതം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസായ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് നമ്മൾ അപേക്ഷകൾ അയക്കുന്നത്. തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ ലാംഗ്വേജ് DLEDുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപേക്ഷകളും സമർപ്പിക്കേണ്ടത്. ഓരോ ജില്ലയിലേക്കല്ല, എല്ലാ അപേക്ഷകളും നമ്മൾ അയക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അതിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം. അപ്പോൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ ജില്ലയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ആ അപേക്ഷ തള്ളും. നമ്മൾ ഹിന്ദി ആണെങ്കിലും അറബി ആണെങ്കിലും ഉറുദു ആണെങ്കിലും സംസ്കൃതം ആണെങ്കിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും അപേക്ഷിക്കണം. എല്ലാ ജില്ലയിലേക്കും കൂടെ ഒരു അപേക്ഷയാണ്. അത് നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് അപേക്ഷ അയക്കുന്നത്. അതെങ്ങനെയാണ് അയക്കേണ്ടത് അല്ലെങ്കിൽ അപേക്ഷ ഫോമിൻ്റെ മാതൃകയൊക്കെ കുറച്ച് മുന്നോട്ടേക്ക് നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ DLEDന് 2 വർഷത്തേക്ക് ഉണ്ടാകുന്ന ഫീസുകളാണ് പറയുന്നത്. അഡ്മിഷൻ ഫീസ് 10 രൂപ, ട്യൂഷൻ ഫീസ് 150 രൂപ. അത് 3 തവണയായിട്ട് നമ്മൾ അടയ്ക്കണം. പിന്നെ ലൈബ്രറി ഫീസ് 10 രൂപ, ഗെയിംസ് ഫീസ് 10 രൂപ, സ്റ്റേഷനറി ഫീസ് 10 രൂപ. ഈ രീതിയിലാണ് വരുന്നത്. വളരെ കുറഞ്ഞ ഫീസുകളിലും 1000 രൂപയുടെ അടുത്തും പോലും എത്താത്ത രീതിയിലാണ്
ഗവൺമെൻറ്റിൽ ഫീസ് വരുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ഒരു തുക മാത്രമേ 2 വർഷത്തേക്ക് നമുക്ക് പഠനത്തിനായിട്ട് ചിലവഴിക്കേണ്ടതുള്ളൂ. ഇതിനകത്ത് മറ്റ് റിസർവേഷൻ പോലെ തന്നെ എല്ലാ റിസർവേഷനും ഈ ഒരു ലാംഗ്വേജ് DL-ടും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോട്ടിഫിക്കേഷനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കുക. ഇത് നമ്മൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എവിടെയൊക്കെയാണ് ഓരോ ഭാഷയ്ക്കും കോളേജുകളുള്ളതെന്നാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ പറയുന്നത് ലാംഗ്വേജ് DL-ഡിൻ്റെ കോളേജുകളെ പറ്റിയാണ്. അവ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ ഹിന്ദി കോളേജിനെ പറ്റിയാണ് പറയുന്നത്. ഹിന്ദി ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് തൃശ്ശൂരുമാണുള്ളത്. തിരുവനന്തപുരത്ത് ഉള്ളത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് ട്രെയിനിങ് PMG ജംഗ്ഷൻ തിരുവനന്തപുരം. അവിടെ 100 സീറ്റാണ് നിലവിൽ ലാംഗ്വേജ് DL-ഡിന് ഹിന്ദിക്കായിട്ട് അവിടെയുള്ളത്. പിന്നെ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഗവൺമെൻറ് ഹിന്ദി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് രാമവർമ്മപുരം. അവിടെയും 100 സീറ്റാണുള്ളത്. കേരളത്തിലാകെ ഹിന്ദി DL-ഡിനുള്ള സീറ്റ് 200 എണ്ണമാണ്. എന്നിരുന്നാലും ഹിന്ദി DL-ഡിന് അപേക്ഷ വളരെ കുറവായതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഗവൺമെൻറ് കോളേജിൽ തന്നെ കിട്ടാറുണ്ട്. അത്രയും കുറഞ്ഞ അപേക്ഷകൾ മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ട് അപേക്ഷിക്കുന്ന ഏകദേശം എല്ലാവർക്കും ഗവൺമെൻറ് കോളേജുകളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലാംഗ്വേജ് DL-ഡ് ഹിന്ദിക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളും ഉണ്ട്. സെൽഫ് ഫിനാൻസ് കോളേജിൽ പൊതുവേ അത്ര ടൈറ്റ് ഉണ്ടാവാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജിൽ തന്നെ അപേക്ഷിക്കുന്നവർക്കൊക്കെ അഡ്മിഷൻ കിട്ടാറുണ്ട്. അതുകൊണ്ട് ലാംഗ്വേജ് DL-ഡിന് ഹിന്ദിക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ടെങ്കിലും പലരും അപേക്ഷ കൊടുക്കാറില്ല. പിന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് അറബിക്കിന് 3 കോളേജുകളാണുള്ളത്. ഒന്ന് കൊല്ലം, ഒന്ന് കോഴിക്കോട്, ഒന്ന് മലപ്പുറം. 3 കോളേജുകളാണ് കേരളത്തിലാകെ ആയിട്ടുള്ളത്. 150 സീറ്റാണ് കേരളത്തിലാകെ അറബിക് DL-ഡിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. ഓരോ ജില്ലയിലും കോളേജുകളില്ല. ആകെ 3 കോളേജുകളാണുള്ളത്. ഒന്ന് കൊല്ലത്താണ്, ഒന്ന് മലപ്പുറത്താണ്, ഒന്ന് കോഴിക്കോടാണ്. ഇത്രയുമാണ് അറബിക് DL-ഡിൻ്റെ കോളേജുകൾ. അത് കൂടാതെ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് നിലവിൽ മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് പെർഫെക്റ്റ് TTI എന്ന് പറഞ്ഞിട്ടൊരു TTI സെൽഫ് ഫിനാൻസിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുക്കേണ്ടതില്ല. ഇവിടെ ലാംഗ്വേജ് DL-ഡിന് ഗവൺമെൻറ്റിലേക്ക് അപേക്ഷ കൊടുത്തതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ഈ ഗവൺമെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്തുള്ള 15 കുട്ടികളെ ഇതേപോലെ റിസർവേഷനും മറ്റു അടിസ്ഥാനത്തിൽ കൃത്യമായ റാങ്ക് ലിസ്റ്റ് പ്രകാരം മാത്രം അവിടെ എടുക്കുകയാണ് ചെയ്യുക. അതിനകത്ത് കൂടുതൽ തട്ടിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗവൺമെൻറ് പറയുന്ന ആൾക്കുട്ടികളെയാണ് പൊതുവെ അവിടെ എടുക്കുന്നത്. ബാക്കി 15 സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റാണ്. മാനേജ്മെൻറ്റ് സീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് കോളേജുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. പിന്നെ അടുത്ത് വരുന്ന ഉറുദു ആണ്. ഉറുദുവിന് 2 കോളേജുകളാണുള്ളത്. ഒന്ന് ഗവൺമെൻറ് DTI മലപ്പുറവും ഒന്ന് ഗവൺമെൻറ് DTI ഫോർ വുമൺ കോഴിക്കോടുമാണ്. ടോട്ടൽ 100 സീറ്റാണ് ഉറുദുവിന് കേരളത്തിലാകെയായിട്ടുള്ളത്. പിന്നെ വരുന്നത് സംസ്കൃതമാണ്. കോഴിക്കോട് ഡയറ്റ് വടകരയിൽ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ഡയറ്റിലാണ് സംസ്കൃതത്തിന് കോളേജിൽ ആകെ 50 സീറ്റേ ഉള്ളൂ. ആ 50 സീറ്റിൽ പലപ്പോഴും സീറ്റുകൾ ഫില്ല് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അറബിക്ക് ഒഴികെ ബാക്കി എല്ലാ ഭാഷാ വിഷയങ്ങൾക്കും അത്രമേൽ ടൈറ്റില്ല. അപേക്ഷിക്കുന്നവർക്കൊക്കെ പൊതുവെ കിട്ടാറുണ്ട്. പിന്നെ ഈ ഒരു ഇതിനകത്ത് ചില കോളേജുകൾ വുമൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ സെൻറ്ററിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അപേക്ഷ എഴുതുന്ന സമയത്ത് ഈ കോളേജുകളുടെ പേരും കൂടെ കൃത്യമായിട്ട് അവിടെ എഴുതുക. അതേപോലെ നിങ്ങൾ മറ്റ് ജനറൽ DL-ഡ് പോലെ എല്ലാ ജില്ലകളിലും ലാംഗ്വേജ് DL-ഡിൻ്റെ സെൻറ്ററുകളില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. ഇനി നമുക്ക് അപേക്ഷ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു പോകാം. കൃത്യമായിട്ട് അപേക്ഷ പ്രിൻ്റ് എടുക്കുക. അതിൻ്റെ മേളിൽ കൃത്യമായിട്ട് ഹിന്ദി, അറബി, ഉറുദു, സംസ്കൃതം കോഴ്സിനുള്ള അപേക്ഷയാണോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പൂരിപ്പിക്കുക. ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് അപേക്ഷകൻ്റെ പൂർണ്ണമായ പേരും മേൽവിലാസവുമാണ്. അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും പതിവ് മറ്റ് ലാംഗ്വേജ് DL-ഡ് പോലെ തന്നെ നമ്മൾ എഴുതണം. കൃത്യമായിട്ട് ചെറുതാക്കി എഴുതി കഴിഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് അവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അവിടെയുണ്ട്. കൃത്യമായിട്ട് വൃത്തിയിൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതി അവിടെ ഫില്ല് ചെയ്യുക. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ജനന തീയതിയാണ്. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ദിവസം, മാസം, വർഷം എന്നുള്ള രീതിയിൽ എഴുതുക.
അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ആൺ പെൺ ഭിന്നലിംഗക്കാരെന്നുള്ളതാണ്. അത് നിങ്ങൾ അപേക്ഷകർ ആരാണോ അത് കൃത്യമായിട്ട് അവരുടെ അടിസ്ഥാനത്തിൽ പൂരിപ്പിക്കുക. പിന്നെ 1/7/2025 പൂർത്തിയാകുന്ന വയസ്സ് നിങ്ങളുടെ എത്രയാണ്, ഈ ഒരു മാസം എത്ര വയസ്സ് പൂർത്തിയായി എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എഴുതുക. അഞ്ചാമത് ചോദിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത ലഭിച്ച മാർക്കുമാണ്. അവിടെ ചിലർ +2 അറബിക്ക് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ +2 അറബിക്ക് പഠിച്ചിട്ടുണ്ടാവില്ല. +2 അറബിക്ക് പഠിച്ചവരാണെങ്കിൽ അവിടെ +2 എന്ന് എഴുതാം. ഡിഗ്രിക്ക് നിങ്ങൾ BA അറബിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ അവിടെ BA അറബിക്ക് എന്ന് എഴുതണം. അതുപോലെ തന്നെ മറ്റെല്ലാ ഭാഷാ വിഷയങ്ങൾക്ക് ഇതേ സെയിം ബാധകമാണ്. നിങ്ങൾ +2 നിങ്ങൾ ഈ ഒരു യോഗ്യത ഉള്ളതെങ്കിൽ നിങ്ങൾ +2 എന്ന് എഴുതാം. ഡിഗ്രി യോഗ്യത അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അവിടെ ഡിഗ്രി എന്ന് എഴുതണം. അതേപോലെ തന്നെ ഡിഗ്രി എന്ന് എഴുതുവാണെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് കൃത്യമായി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത്. യാതൊരു കാരണവശാലും ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ വെക്കരുത്. ആകെ ഒറിജിനലായിട്ട് വെക്കേണ്ടത് നമ്മൾ ചലാൻ അടച്ച റെസിപ്റ്റ് മാത്രമാണ്. മറ്റൊരു സാധനങ്ങൾ നമ്മളിവിടെ ഒറിജിനലായിട്ട് അപേക്ഷയുടെ കൂടെ വെക്കരുത്. പിന്നെ തൊട്ടടുത്തായിട്ട് പറയുന്നത് യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ ശതമാനമാണ്. അത് നിങ്ങൾ +2 ആണ് അവിടെ എടുത്തിന് +2ൻ്റെ ശതമാനം എഴുതുക. ഡിഗ്രിയാണ് യോഗ്യതാ പരീക്ഷയെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് അവിടെ എഴുതുക. അടുത്തത് പരീക്ഷാ ബോർഡാണ്. +2 ആണെങ്കിൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കേരള എന്ന് എഴുതുക. അഥവാ ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേര് അവിടെ കൃത്യമായിട്ട് എഴുതുക. പിന്നെ എട്ടാമത് ചോദിച്ചിരിക്കുന്നത് ജാതി മതമാണ്. അത് നിങ്ങൾ SSLC ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. OBC കാറ്റഗറിയാണ് OBC എന്ന് എഴുതുക. SC കാറ്റഗറി ആണെങ്കിൽ SC കാറ്റഗറി എന്ന് എഴുതുക. ST കാറ്റഗറി ആണെങ്കിൽ അവിടെ തൊട്ടടുത്തായിട്ട് SC എന്നുള്ളത് എഴുതുക. പിന്നെ അടുത്തത് അംഗീകാരമുള്ള ടീച്ചിങ് സർവീസ് ഉണ്ടെങ്കിൽ കാലയളവ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതവിടെ ഉണ്ടെങ്കിൽ എഴുതുക. അത് പൊതുവെ മുമ്പ് വർക്ക് ചെയ്ത ടീച്ചേഴ്സിനെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾ ഇതിനകത്ത് കൂടുതലായിട്ട് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അംഗീകരിച്ചുള്ള ടീച്ചിങ് സർവീസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ബാധകമല്ല എന്ന് എഴുതാം. നമ്മൾ ഇതിനകത്ത് എന്ത് കാര്യവും നമുക്ക് അല്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഉത്തരമാണ് വരുന്നതെങ്കിൽ അവിടെ കൃത്യമായിട്ട് ബാധകമല്ല എന്ന് എഴുതാം. തൊട്ടടുത്തായിട്ട് അപേക്ഷകർ ഒടുക്കിയ ഫീസ് തുക, ചലാൻ നമ്പർ, അതേപോലെ തീയതി, ട്രഷറിയുടെ പേരാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ചലാൻ അടയ്ക്കേണ്ടതെന്ന്. ചലാൻ അടച്ചിട്ട് നമുക്കൊരു റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റിനകത്ത് ചലാൻ നമ്പർ ഉണ്ടാവും, അതേപോലെ ചലാൻ അടച്ച തീയതി ഉണ്ടാവും, അതേപോലെ ഏത് ട്രഷറിയിലാണ് നമ്മൾ അടച്ചതെന്നും ആ സ്ലിപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കി കൃത്യമായിട്ട് അവിടെ നമ്പറും കാര്യങ്ങളും പൂരിപ്പിക്കുക. പിന്നെ തൊട്ടടുത്തായിട്ട് വരുന്നത് പ്രവേശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ്. അവിടെ നിങ്ങൾക്ക് ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, ഉറുദു ആണെങ്കിൽ ഉറുദു, അറബിക് ആണെങ്കിൽ അറബിക്, സംസ്കൃതമാണ് സംസ്കൃതം. ഏത് ഭാഷയാണോ അത് നിങ്ങൾക്ക് എഴുതാം. നിങ്ങളവ 2 ഭാഷയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ 2 അപേക്ഷ പൂരിപ്പിച്ച് അയക്കേണ്ടതാണ്. നിങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് പറയുന്നത് പ്രവേശനം ലഭിക്കാനായ ട്രെയിനിങ് സെൻറ്ററിൻ്റെ പേരാണ്. അപ്പോൾ നിങ്ങളെല്ലാ ട്രെയിനിങ് സെൻറ്ററിൻ്റെ പേര് നിർബന്ധമായിട്ടും എഴുതുക. എന്തായാലും ചില കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൂരെയാണെന്ന് കരുതിയിട്ട് കോളേജുകളുടെ പേര് എഴുതാതെ വിടരുത്. നമ്മുടെ ലിസ്റ്റിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ലിസ്റ്റിനകത്തുള്ള എല്ലാ കോളേജുകളുടെ പേരും, അറബിക്കിനാണെങ്കിൽ 3 കോളേജുണ്ട്, 3 കോളേജിൻ്റെ പേര് എഴുതുക. ഹിന്ദിക്കാണെങ്കിൽ 2 കോളേജുണ്ട്, അതിൻ്റെ പേര് എഴുതുക. ആ രീതിയിൽ കൃത്യമായിട്ട് എല്ലാ കോളേജുകളുടെയും പേരവിടെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതി വയ്ക്കുക. 13ാമത് ചോദിച്ചിരിക്കുന്നത് അപേക്ഷകൻ ഭിന്നശേഷിക്കാരനാണോ എന്നുള്ളതാണ്. അത് നിങ്ങൾ ഭിന്നശേഷിക്കാരനായ ഒരു അപേക്ഷകനാണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിൻ്റെ കോപ്പി എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ അപേക്ഷയുടെ കൂടെ കൃത്യമായിട്ട് വയ്ക്കണം. ഈ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് എഴുതി ഒപ്പിടുന്നതിനെയാണ് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ മുൻഭാഗത്ത് തന്നെ ചെയ്യണം, കാണത്തക്ക രീതിയിൽ ചെയ്യണം. അതേപോലെ നമ്മുടെ ഒരു പേരോ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പറോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രേഖകളൊന്നും കവർ ചെയ്യാത്ത രീതിയിൽ സൈഡിലോ മാറിയിട്ട് കുറച്ച് കാണത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പേരെഴുതി ഒപ്പിടുക. അതിനെയാണ് നമ്മൾ സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കുന്ന അപേക്ഷകൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽ പെട്ടതാണോ എന്നുള്ളതാണ്. അത് ഉദ്ദേശിക്കുന്നത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണോ. ജനറൽ കാറ്റഗറിയിൽ ഓരോ മതത്തിലും ജനറൽ കാറ്റഗറികളുണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ മാത്രം നിങ്ങളവിടെ ആണെങ്കിലാണെന്ന് എഴുതുക, അല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതുക. EWSൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും.
EWSൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ നിങ്ങൾ അടുത്തുള്ള വില്ലേജ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുക. EWS ജനറൽ കാറ്റഗറിയിലുള്ളതാണ്, കൃത്യം ശ്രദ്ധിക്കുക. OBC, SC, ST, OBH, OEC കാറ്റഗറിക്കൊന്നും ഈ പറഞ്ഞിരിക്കുന്ന അപേക്ഷകൻ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാരനാണോ എന്നുള്ളത് അവിടെ ബാധകമല്ല എന്നാണ് ഇത്രയും ആളുകൾ എഴുതേണ്ടത്. ജനറൽ കാറ്റഗറി മാത്രമാണ് അവിടെ അവരുടെ അവസ്ഥയനുസരിച്ച് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റാണ്. ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റിനകത്ത് ഈ ഒരു അപേക്ഷാ ഫോമിൽ കൂടെ നമ്മൾ എന്തൊക്കെയാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതൊക്കെ അവിടെ കൃത്യമായിട്ട് എഴുതണം. SSLC ബുക്ക് ഉണ്ടാവും, +2 ഉണ്ടാവും, ചിലപ്പം NSSൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, കലോത്സവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള NCC സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെയുള്ള എന്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ അത് കൃത്യമായിട്ട് അവിടെ എഴുതി ചേർക്കണം. അതേപോലെ എല്ലാ സർട്ടിഫിക്കറ്റുകളും പരസ്യം ചെയ്യാൻ മറക്കരുത്. എല്ലാ അപേക്ഷകളും നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് അപേക്ഷ അയക്കേണ്ടത്. അപേക്ഷ അയക്കേണ്ടതിൻ്റെ അഡ്രസ്സ് കൂടെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരാം. ആ അപേക്ഷ നിങ്ങൾക്ക് 11-ാം തീയതി തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് അയക്കേണ്ടത്. നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് 11-ാം തീയതി ആവരുത്. നമ്മളൊരു 8-ാം തീയതിയെങ്കിലും നമ്മൾ ഇവിടുന്ന് അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് 11-ാം തീയതി ആകുമ്പോഴേക്കും തിരുവനന്തപുരത്തേക്ക് അപേക്ഷ എത്തുന്ന സ്ഥിതി ഉണ്ടാവുള്ളൂ. സ്പീഡ് പോസ്റ്റാണ് നമ്മൾ അയക്കേണ്ടത്. കൃത്യമായി നിർബന്ധമായിട്ട് നിങ്ങൾ സ്പീഡ് പോസ്റ്റ് തന്നെ അയക്കുക. അത് സ്പീഡിലെത്താനും അതേപോലെ നമ്മുടെ കയ്യിൽ രേഖയായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് അയക്കുന്നത്. നമുക്ക് സ്പീഡ് പോസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ സ്ലിപ്പ് തരും. നമ്മൾ കൃത്യമായിട്ട് ആ രേഖയായിട്ട് നമുക്ക് കയ്യിൽ സൂക്ഷിക്കാൻ അതിന് സാധിക്കും. നമ്മൾ അപേക്ഷ അയക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, ജഗതി, തിരുവനന്തപുരം, പിൻ 695014 എന്ന അഡ്രസ്സിലാണ് നമ്മൾ അപേക്ഷകൾ അയക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എന്ത് സംശയമാണെങ്കിലും കൃത്യമായിട്ട് അതിന് മറുപടി നൽകുന്നതാണ്.